സ്വാമിജി ഏകാദശി നോൽക്കാറുണ്ടോ? ഇല്ല, നോൽക്കാറില്ല. നമ്മൾ ആ കൂടെ ശാപ്പാട്ട് രാമനായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുക. ഏകാദശി നോൽക്കാറില്ല. സത്യമാണ് പറയണത്, അസത്യം ഒന്നും പറയാൻ വയ്യ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഏകാദശിയൊക്കെ നോൽക്കാറുണ്ട് കേട്ടോ, എല്ലാ ഏകാദശിയും ഞാൻ നോൽക്കാറുണ്ട് എന്നൊക്കെ പറയാം, അതിന് യാതൊരു മടിയില്ല. അങ്ങനെ അസത്യം പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറയാണ്, ഏകാദശി ഒന്നും നോൽക്കാറില്ല. ഇത് നേരം പോക്കതല്ല. ഈ ഏകാദശിയൊക്കെ നോൽക്കണ അത്തരം ചില സങ്കേതങ്ങളിൽ പോലെ ഏകാദശിക്കുള്ള ശാപ്പാടൊക്കെ കഴിക്കും. അവിടെ ശാപ്പാട് ഇഷ്ടം പോലെ ഉണ്ടാവും, പല വിഭവ സമൃദ്ധമായത് കിട്ടും. അപ്പോൾ വളരെ സന്തോഷം തോന്നും. സാധാരണഗതിയിൽ അത്ര നല്ലത് കിട്ടില്ല, ഏകാദശി ആകുമ്പോൾ ധാരാളം കിട്ടും. അപ്പോൾ അല്ലാത്ത കിട്ടി അതും കഴിക്കും, നല്ല സന്തോഷം തന്നെ. അതിൻ്റെ രീതി ഒന്ന് പറയാമോ? ഏതിൻ്റെ രീതി? നോൽക്കാറുണ്ടോന്നോ? നോൽക്കാറില്ല പിന്നെ എന്ത് രീതിയാ? എന്നും ഒരു രീതി തന്നെ. അല്ല, ഇനി ഏകാദശി നോൽക്കുന്ന രീതി സ്വാമി ചെയ്യാറില്ലെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണെങ്കിൽ പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ഇനി സ്വാമി ഏകാദശി നോൽക്കാറുണ്ടോ? ഇല്ല, അതിൻ്റെ രീതി ഒന്ന് പറയാമോ? അതിന് രീതിയില്ല. നോൽക്കാറില്ലാത്തത് കൊണ്ട് രീതിയില്ല, അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. നോൽക്കേണ്ടുന്ന രീതി പറയാമോ? അത് പറഞ്ഞുതരാം. ഏകാദശിയാം ഭോജനദ്വയം കർത്തവ്യം. ഏകാദശിയിൽ ഭോജനദ്വയം കർത്തവ്യം. 2 ശാപ്പാടടിക്കണം. 2 ശാപ്പാടടിക്കണം. സന്തോഷമായി ചിലർക്കൊക്കെ. ഞാനിപ്പോൾ ഒരു ശാപ്പാടേ ദിവസം ഉള്ളൂ. ഏകാദശിക്ക് 2 ശാപ്പാടടിക്കണം എന്നാണ് പറയണത്. സന്തോഷം. ഭോജന, അല്ലയോ ജനങ്ങളെ, ഏകാദശിയാം ദ്വയം കർത്തവ്യം. ഏകാദശിക്ക് 2 കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. ഭോജനം 2 ശാപ്പാടടിക്കണം എന്നല്ല, 2 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? അപ്പൊ ഭോജന, അല്ലയോ ജനങ്ങളെ, ഏകാദശിയിൽ 2 കർത്തവ്യമുണ്ട്. എന്താ കർത്തവ്യം? ദിനേ ഹരി കീർത്തനം, രാത്രൗ ജാഗരണം ച. പകൽ ഹരിയെ കീർത്തിക്കുക, മഹാവിഷ്ണുവെ ഭഗവാനെ കീർത്തിക്കുക, നാമം ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, സ്തോത്രങ്ങൾ ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക, ഭക്തിശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുക, അതൊക്കെ ചെയ്യുക. രാത്രൗ ജാഗരണം ച, രാത്രിയിൽ ഉറക്കമൊഴിയുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ? ച. ഏകാദശി പ്രമാണിച്ച് ഇന്ന് 4 സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ബാലെ, അമ്പലത്തിൽ 2 ബാലെ, ഒരു കഥാപ്രസംഗവും. ഇന്നിപ്പോൾ അതൊക്കെ പോയി, കഥാപ്രസംഗമൊന്നും ഇല്ല. ഇപ്പോൾ ബ്രേക്ക് ഡാൻസ്, ഡിസ്കോ ഡാൻസ് ഒക്കെയാണ് അമ്പലത്തിൽ ഏകാദശി പ്രമാണിച്ചു. അതുകൊണ്ട് എന്താ കാര്യം? അതിനൊക്കെ നല്ല സുഖമായി കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പോൾ ജാഗരണം ച, ഉറക്കമൊഴിയലും എന്ന് പറഞ്ഞ അർത്ഥം പകൽ പറഞ്ഞതും ചെയ്യണം, ഉറക്കൊഴിയുകയും വേണം. അപ്പോൾ നാമം ജപിച്ചുകൊണ്ട് ഉറക്കൊഴിയുക, സച്ചിന്തകൾ ചെയ്തുകൊണ്ട് ഉറക്കൊഴിയുക, കീർത്തനം ചെയ്തുകൊണ്ട് ഉറക്കൊഴിയുക. എന്നിട്ട് പിറ്റേന്ന് ദ്വാദശിയുടെ അന്ന് സൂര്യോദയത്തിന് ശേഷം ക്ഷേത്ര ദർശനം അഥവാ അവനവൻ്റെ ഉപാസ്യ ദേവതാ വന്ദനം തുടങ്ങിയവ ചെയ്ത് ജലസഹിതമായി എന്തെങ്കിലും അന്നം കഴിക്കുക. എന്നിട്ട് ദ്വാദശിയുടെ അന്ന് പകൽ കിടന്നുറങ്ങാനും പാടില്ല കേട്ടോ, രാത്രി ഉറങ്ങാൻ പാടുള്ളൂ.